കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പാണ് ഈ തവണ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഹൂർത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ അനുഭവത്തിൽ ഇതാദ്യമാണ് ഇത്രയും സസ്പെൻസ് നിറച്ചുള്ള ഒരു തീരുമാനം വരുന്നത്. ഇതാദ്യം എന്ന് തന്നെ പറയാം. 2001 AK ആന്റണിയാണ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. അന്ന് K കരുണാകരൻ, AK ആന്റണി എന്ന രണ്ട് സ്റ്റാൾവാർട്സ് കോൺഗ്രസിലെ ഏറ്റവും നെടുനായകരായ രണ്ട് നേതാക്കളുള്ള കാലമാണ്. അന്ന് പോലും ഇതിലും അനായാസമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് AK ആന്റണി മുഖ്യമന്ത്രിയായി വന്നിരുന്നു. അന്നൊന്നും ഇത്തരമൊരു തർക്കങ്ങളോ മറ്റും ഉണ്ടായില്ല. മന്ത്രിസ്ഥാനം വീതവുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് അന്ന് ചില തർക്കങ്ങൾ ഉടലെടുത്തത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനൊന്നും അത്തരമൊരു തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. 2011 പിന്നീട് UDF സർക്കാർ വന്നപ്പോഴും ഉമ്മൻചാണ്ടി അനായാസം ആ പദവിയിലേക്ക് കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള തർക്കവിതർക്കങ്ങളും അധികാര വടംവലികളും വാദപ്രതിവാദങ്ങളും ഒക്കെയാണ് കോൺഗ്രസ് പാളയത്തിനകത്ത് ഇത്തവണ ഉണ്ടായത്. അത് അനിതര സാധാരണമായ ഒരു കാഴ്ചയായി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ഒരു സസ്പെൻസ് ഇതിന് കൈവരുന്നതും അതുകൊണ്ടാണ്. 3 പ്രധാനപ്പെട്ട നേതാക്കൾ ആരെയും തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല. കാരണം അത്രയ്ക്ക് വിവരങ്ങൾ നൽകിയത്.